കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് മൊഡ്യൂളിലെ 12ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന ഭാഗത്ത് നമുക്ക് മുൻപേ സൂചിപ്പിച്ച മെത്തേഡ്സുകൾ എല്ലാം ഒന്നിച്ച് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന ഹെഡിൻ്റെ അണ്ടറിൽ പറയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പറ്റും. പരിചയമില്ലാത്ത ഒരു ടേം ഇതിലില്ല. ആദ്യം ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്താന്ന് പറയാം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവർ ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഡിബെഞ്ചറോ അല്ലെങ്കിൽ ലോണോ അതിന് വേണ്ടിയിട്ട് അവർക്ക് ആ രീതിയിൽ ഫണ്ട് റൈസ് ചെയ്യാൻ വരുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസുകളെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അണ്ടർ റൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിലവാണ്. അതേപോലെ ബ്രോക്കറേജ്, പിന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, കാരണം കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ പത്രങ്ങൾ പരസ്യം നൽകേണ്ടി വരും, ആ രീതിയിൽ പ്രൊമോഷൻസ് വേണ്ടി വരും. ലീഗൽ ആൻഡ് റെഗുലേഷൻസ് ഫീസ് ഉണ്ടാവും, പ്രിന്റിങ്, അതുപോലെ എക്സ്പെൻസുകളൊക്കെ. പിന്നെ മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇങ്ങനെ ഒരുപാട് ചെലവുകൾ ഫ്ലോട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്. ഇത്തരം ചെലവുകളെയാണ്, അതായത് ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ഡിബെഞ്ചറൊക്കെ റൈസ് ചെയ്യാൻ, അതുവഴി ഫണ്ട് റൈസ് ചെയ്യാൻ വരുന്ന സമയത്ത് അതിനു വേണ്ടി വരുന്ന എക്സ്പെൻസുകളെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഇത്തരത്തിൽ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് ഫ്ലോട്ടേഷൻ എന്നും പറയാം. Flotation of capital means the process of by which a company raise fund from the public by issuing securities, share or debenture. It refers to the methods used by a company to sell its securities in the primary market, first time fresh issue market. ആദ്യമായിട്ട് ഫണ്ടുകൾ റൈസ് ചെയ്യാൻ വരുന്ന സമയത്ത് നേരത്തെ എണ്ണി പറഞ്ഞ പലതരത്തിലുള്ള എക്സ്പെൻസുകൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത്തരം ചെലവുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ. ആ ചെലവിന് ഫ്ലോട്ടേഷൻ കോസ്റ്റും എന്ന് പറയാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എന്തെല്ലാണ് സെവറൽ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ? തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ആദ്യം വരുന്നത് തന്നെ IPO ആണ്, പബ്ലിക് ഇഷ്യൂ ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. IPOനെ കുറിച്ച് ഡീറ്റെയിൽ പറയേണ്ടതില്ല, മുൻപൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. IPO എന്ന ഒരു പാർട്ട് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഓരോ ക്ലാസ്സിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ, അത് തന്നെ PYQ ഉൾപ്പെടെ UGC നെറ്റ്, കേരള PSC കോമേഴ്സ് പരീക്ഷകൾ, പിന്നെ CA ഇന്റർ, സെറ്റ് പോലെ പരീക്ഷകൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് ഡിസ്കസ് ചെയ്യാറ്. ക്ലാസ്സിന്റെ നോട്ടിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഒരു പോപ്പുലർ മെത്തേഡാണ് ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള IPO എന്നത്. കമ്പനികൾക്ക് ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ഫണ്ട് റൈസ് ചെയ്യുമ്പോഴാണ്, ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്നതിനാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് പറയാം. പിന്നീട് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് മറ്റു പേരാ പറയാറ്, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ത്രൂ എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഈ സമയത്ത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസും ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് 2022 LIC IPO പോപ്പുലർ ആയിട്ട് വന്നിരുന്നു. വലിയ ന്യൂസ് ഒക്കെ ആയി വന്നതാണെങ്കിൽ പോലും വലിയ രീതിയിൽ ഫണ്ട് പ്രീമിയത്തിനും നല്ല ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെട്ടു തന്ന്. അങ്ങനെ ഇപ്പൊ നിലവിൽ സെബിന്റെ റെഗുലേഷൻസ് കുറച്ച് ലിബറൽ ആയതുകൊണ്ട് 3 വർഷം പഴക്കമുള്ള കമ്പനികൾക്ക് പോലും, ഹിസ്റ്ററി ആയിട്ടുള്ള പോലും IPO ഇഷ്യൂ ചെയ്യാമെന്നത് കൊണ്ട് ദിവസം തന്നെ പല സ്റ്റാർട്ടപ്പുകളും ഇപ്പോൾ ലിസ്റ്റിംഗ് കാണാറുണ്ട്, IPO പ്രോസസിന്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് റൈസിങ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻക്രീസ് ദി കമ്പനീസ് വിസിബിലിറ്റി. കമ്പനികൾക്കൊരു പ്രസ്റ്റീജ് ആണ്, അല്ലെങ്കിൽ കമ്പനിക്ക് അവരുടെ ഒരു ഇമേജിന്റെ ഭാഗം കൂടിയാണ് ഈ IPOയുടെ ഫണ്ട് റൈസ് ചെയ്യപ്പെടുക. നല്ല കമ്പനികൾക്ക് നല്ല രീതിയിൽ പ്രീമിയത്തിലൂടെ ഇഷ്യൂ ചെയ്യാൻ സാധിക്കാറുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് ഓഫർ ഫോർ സെയിൽ ആണ്. നമ്മൾ ഇതുവരെ പറയാത്ത ടേം കൂടിയാണ് ഓഫർ ഫോർ സെയിൽ. ഒരു പക്ഷേ ഓഫർ ഫോർ സെയിലും ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ FPO രണ്ടും മാറിയേക്കാം.
FPO നമ്മൾ പലപ്പോഴും പറഞ്ഞാണ്, ഈ മെത്തേഡ് താഴെ നമുക്ക് പറയാനുണ്ട് FPO നെ കുറിച്ച്. അത് അവിടുന്ന് വീണ്ടും പറയാം. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇതുവരെ പറയാത്ത ടേം ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഈ മെത്തേഡിൽ ഇൻസ്റ്റെഡ് ഓഫ് അപ്രോച്ചിങ് ദി പബ്ലിക് ഡയറക്റ്റ്ലി, നേരത്തെ IPO ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യാണ്, അതിന് പകരമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ കമ്പനി സെൽ ഇറ്റ്സ് സെക്യൂരിറ്റീസ് ടു ഇന്റർമീഡിയറീസ്, ബാങ്ക് പിന്നെ അതുപോലെ ഇഷ്യൂ ഹൗസുകൾക്ക് ഒരു ഫിക്സഡ് പെർസെൻറ്റേജിന് ഇന്റർമീഡിയറിക്ക് ഞാൻ നൽകുകയാണ് ഇവിടെ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഇന്റർമീഡിയറ്റ് പിന്നീട് എന്ത് ചെയ്യും? പബ്ലിക്കിന് റീസെൽ ചെയ്യും ഒരു ഹയർ പ്രൈസിന്, അവർക്ക് ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് പബ്ലിക്കിന് കൊടുക്കും. ഈ ഒരു മെത്തേഡിനാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയാം. ആദ്യമേ ഡയറക്റ്റ് ആയിട്ട് കമ്പനി പബ്ലിക്കിന് ഷെയർ നൽകുന്നില്ല, പിന്നെ എന്താ ചെയ്യുന്നത്? അത് ഇന്റർമീഡിയറിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇന്റർമീഡിയറി ആണ് പിന്നീട് അത് ആ ഷെയർ പബ്ലിക്കിന് വിൽക്കുന്നത് അവരെ പ്രോഫിറ്റ് എടുത്തിട്ട്. അപ്പോൾ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസിന്റെ വ്യത്യാസം വെച്ചിട്ട് അവർ എന്ത് ചെയ്യും? ഇന്റർമീഡിയറി അതിന്റെ പ്രോഫിറ്റ് എടുക്കും. അത് കിട്ടിയ വിലക്കാൾ കൂടുതൽ വിലക്കായിരിക്കും എന്ത് ചെയ്യാം? പബ്ലിക്കിന് ചെയ്യാം. ഈ മെത്തേഡ് അത്ര പോപ്പുലർ ഒന്നല്ല ഈ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലൊന്നും. യൂസ്ഡ് വെൻ കമ്പനീസ് ഡോണ്ട് വാണ്ട് ടു കോംപ്ലിക്കേറ്റ് ഓഫ് ഇഷ്യൂ ഡയറക്ട്ലി ടു ദി പബ്ലിക്. കാരണം പബ്ലിക് ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ കുറെ റിസ്ക് എലമെന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. നേരിട്ട് ഒരു ഫിക്സ്ഡ് പ്രൈസിന് അത് ഇന്റർമീഡിയറിക്കാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ കമ്പനി സെൽ ഇറ്റ്സ് സെക്യൂരിറ്റീസ് ടു ഇന്റർമീഡിയറീസ്. അത് ഇഷ്യൂ ഹൗസ് ആവാം, ബ്രോക്കറേഴ്സ് ആവാം, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഒക്കെ ആവാം. ഒരു ഫിക്സ്ഡ് പ്രൈസിനാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നീട് ഇന്റർമീഡിയറി എന്ത് ചെയ്യും? റീസെൽ ദ സെക്യൂരിറ്റി ദി പബ്ലിക് അറ്റ് എ ഹയർ പ്രൈസ്. ആ രീതിയിൽ 2 സ്റ്റെപ്പോട് കൂടിയിട്ടാണ് ഈ ഓഫർ ഫോർ സെയിൽ നടക്കുക. കമ്പനി ഇന്റർമീഡിയറിക്കും, ഇന്റർമീഡിയറി പിന്നീട് പബ്ലിക്കിനും. നെക്സ്റ്റ് നോക്കാം, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചാണ്, സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഡയറക്ട്ലി ടു എ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അത് ബാങ്ക് ആവാം, മ്യൂച്വൽ ഫണ്ടുകളാവാം, ഇൻഷുറൻസ് കമ്പനികളാവാം, വെൽത്തി ഇൻഡിവിജ്വൽസ് ഒക്കെ ആവാം. എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനല്ല, പ്രൈവറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാണ് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ടീമുകൾക്ക്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ പബ്ലിക് ഇഷ്യൂ, ഫാസ്റ്റർ ആൻഡ് ലെസ് എക്സ്പെൻസീവ്. ഇത്തരം IPO പോലുള്ള പബ്ലിക് ഇഷ്യൂവിന്റെ അത്ര ഫോർമാലിറ്റീസ് ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റർ ആണ്, എക്സ്പെൻസീവും അല്ല. മെനി സ്റ്റാർട്ടപ്സ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് യൂസ് ദിസ് മെത്തേഡ് ടു റൈസ് ക്വിക്ക് ഫണ്ട്. സ്റ്റാർട്ടപ്പ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, അവർ ഇൻവെസ്റ്റർ കണ്ടെത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അതൊക്കെ പ്രൈവറ്റ് പ്ലേസ്മെന്റിന് എക്സാമ്പിൾ ആണ്. റൈറ്റ് ഇഷ്യൂ. നമുക്കറിയാം, റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവർ പ്രൊപ്പോർഷനിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ഇപ്പോൾ ഓൾറെഡി കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, കമ്പനി വീണ്ടും ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അത് ആവശ്യമുണ്ടെങ്കിൽ അവരെ പ്രൊപ്പോർഷനിൽ, അവർ ആവശ്യപ്പെടുന്ന സംഖ്യയല്ല, അവർക്ക് നിലവിൽ എത്ര ഷെയർ ഉണ്ടോ ആ റേഷ്യോ പ്രകാരം അവർക്ക് വീണ്ടും, അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള അർഹതക്കാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ദി റൈറ്റ് ടു സബ്സ്ക്രൈബ് ദി ന്യൂ ഷെയർസ് ബിഫോർ ഔട്ട്സൈഡേഴ്സ്. അതിനുശേഷം ഔട്ട്സൈഡേഴ്സിന് നൽകുള്ളൂ. അപ്പൊ അതിന് മുമ്പേ ഇവർക്ക് കിട്ടാനുള്ള ആ റേറ്റിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. മാത്രമല്ല, സാധാരണ ഡിസ്കൗണ്ട് പ്രൈസിനാണ് റൈറ്റ് ഇഷ്യൂ ചെയ്യുക. ഷെയറിന്റെ വില 100 രൂപയാണെങ്കിൽ 100 രൂപയ്ക്കല്ല എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫസ്റ്റ് റൈറ്റ് ഇഷ്യൂ ആയിട്ട് ഇഷ്യൂ ചെയ്യുക. അതിൽ താഴ്ന്ന വിലക്കായിരിക്കും. അതിനുശേഷമാണ് പബ്ലിക്കിന് ഓഫർ ചെയ്യുക. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അത് വാങ്ങാൻ നിർബന്ധമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഓപ്റ്റ് ചെയ്യാം. എൻഷുവേഴ്സ് ലോയൽറ്റി ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പ്രിവെന്റ് ഡയലൂഷൻ ഓഫ് കൺട്രോൾ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഓൺഷിപ്പ് ഡയലൂട്ട് ആവുന്നില്ല, അങ്ങനെ അഡ്വാൻറ്റേജ് തന്നെയുണ്ട്. മാത്രമല്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയോടുള്ള ഒരു മതിപ്പും എന്ത് ചെയ്യും, കൂടും ചെയ്യും. നെക്സ്റ്റ് ബോണസ് ഇഷ്യൂ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് റൈസിംഗ് ഫണ്ട് ഫ്രഷ് ഫണ്ട്, the company convert reserve profit into equity shares and issue them free of cost to existing shareholders. ഫ്രീ ഓഫ് കോസ്റ്റിനാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അത് എവിടെ നിർത്തിട്ടാണ് കൊടുക്കുന്നത്? കമ്പനിയുടെ ലാർജ് അക്യുമുലേറ്റഡ് റിസർവ് ഉണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടാവാം,
അത് ക്യാപിറ്റലൈസ് ചെയ്യാണ്. അത് ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് മാറ്റിയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരെ കയ്യിലുള്ള പ്രൊപ്പോർഷൻ അനുസരിച്ച് വീണ്ടും ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ ആയിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. പ്രത്യേകിച്ച് ലോങ് ടേം ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എപ്പോഴാണ് ബോണസ് ഷെയർ പ്രഖ്യാപിക്കുക എന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് കൈവശമുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും ആ സമയത്ത്. അത് 1:1, 1:2 എന്നൊരു റേഷ്യോയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇഷ്യൂ ചെയ്യാറുണ്ട്. 1:1 എന്ന് പറയുമ്പോൾ നിലവിൽ ഒരു ഷെയറുള്ള ആൾക്ക് ബോണസ് ആയിട്ട് ഒരു ഷെയർ കൂടി കിട്ടും. ചിലപ്പോൾ നിലവിൽ ഒരു ഷെയറുള്ള ആൾക്ക് ബോണസ് ആയിട്ട് 2 ഷെയർ കിട്ടിയേക്കാം, 2 ഷെയറുള്ള ആൾക്ക് ബോണസ് ആയിട്ട് 1 ഷെയർ കിട്ടിയേക്കാം. അങ്ങനെയൊക്കെ പല പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യാറുണ്ട്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. പല കമ്പനികളും പല സമയങ്ങളിലായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റാറുണ്ട്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് 6ാമത്തെ ഫ്ലോട്ടേഷൻ മെത്തേഡ് EIPO ആണ്. IPO പ്രോസസ് ഓൺലൈനിൽ നടക്കുന്ന സമയത്ത് തന്നെ EIPO എന്ന് പറയും. മറ്റു വ്യത്യാസമൊന്നും അതിനില്ല. സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ടു പബ്ലിക് ത്രൂ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. മറ്റ് വ്യത്യാസങ്ങളില്ല. അത് ഓൺലൈനിലാണെങ്കിൽ അതിന് EIPO എന്ന് പറയും. ഇൻവെസ്റ്റേഴ്സ് അതിവിടെ ആപ്ലിക്കേഷനും ഓൺലൈൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ് ഒക്കെ ത്രൂ ഓൺലൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, റെഡ്യൂസ് പേപ്പർ വർക്ക്. എത്ര ആപ്ലിക്കേഷൻ ആയി എന്നൊക്കെ റെഡി ആയിട്ട് അവൈലബിൾ ആയിക്കൊണ്ടേയിരിക്കും. സാധാരണ 3 days ആണ് IPOക്ക് അനുവദിക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ എത്ര ആപ്ലിക്കേഷൻ വന്ന് ഓരോ ലൈവ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെ ഓൺലൈൻ IPOന്റെ പ്രത്യേകതയാണ്. പേപ്പർ ആകുമ്പോൾ എത്ര ആൾ അപ്ലൈ ചെയ്തു എന്നും നമുക്ക് പറയാൻ കഴിയില്ല, അപ്പോൾ പറയാൻ കഴിയില്ല. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ദിസ് പ്രോസസ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് സെബി ആണ് റെഗുലേറ്റ് ചെയ്യാൻ മുമ്പ് സ്വിപ്സ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.